മോളെ അഞ്ജു, അഞ്ജു വാതിൽ തുറക്ക്. അഞ്ജു മോളെ വാതിൽ തുറന്നേ. അഞ്ജു, അഞ്ജു എവിടെ? സദാശിവ, അഞ്ജു എവിടെയെന്ന് എനിക്കറിയില്ല. ഇറക്കി വിട്ടവരോട് എന്നെ ചോദിച്ചു. ദേ നിൽക്കുന്നു. എല്ലാരും വെട്ടിച്ച് അവൾ ഇറങ്ങിപ്പോയി. അതെ, വിഷമിക്കാനൊന്നുമില്ല. ആ കുട്ടി അതിന്റെ അച്ഛനെ കണ്ടിട്ട് ഉടനെ എങ്ങ് തിരിച്ചെത്തും. തിരിച്ചു വരും. തനിക്ക് എന്താ ഉറപ്പ്? ഉറപ്പ് നന്ദി. 15 ദിവസം നിങ്ങൾ എന്നെ സഹിച്ചതിന് നന്ദി. ഇനി എന്നെക്കുറിച്ച് നിങ്ങൾ അറിയാത്തൊരു രഹസ്യം കൂടിയുണ്ട്. ഈ രാത്രി അവസാനിക്കുന്നതിന് മുൻപ് എന്റെ ഡാഡി തൂക്കുകയറിൽ പെടഞ്ഞ് മരിക്കും. ഡാഡി ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കണ്ട. ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമായിരുന്നു ഞാനിവിടെ വന്നത്. എന്റെ ഡാഡി മരിക്കുന്ന അതേ മുഹൂർത്തത്തിന് വേണ്ടി. പുലർച്ചയ്ക്ക് 4:30 മണിക്ക് ഞാനും ഡാഡിയോടൊപ്പം യാത്രയാകും. അതുവരെ മാത്രം ഞാനൊന്ന് ജീവിച്ചോട്ടെ. ദയവായി എന്നെ അന്വേഷിക്കരുത്. ആഘോഷിക്കാൻ ഇനി എനിക്കൊരു പിറന്നാളുമില്ല. ദീർഘായുസിന് ഇനി വഴിപാട് വേണ്ടെന്ന് സദാശിവനോട് പറയണം. അപ്പൂന്റെയും പപ്പൂന്റെയും ഒക്കെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാകും. ഡാഡിയോടൊപ്പം ദൂരയാത്ര പോയ ആന്റിയായിട്ട്. പ്രിൻസിന്റെ ഉള്ളിൽ മാത്രം ഞാൻ ഉണ്ടാകാതിരിക്കട്ടെ. ഈ ശല്യക്കാരി. ഗുഡ് ബൈ. എന്തായടാ, വല്ല വിവരമുണ്ടോ? ഇല്ല. നീ വിഷമിക്കണ്ട. അവൾ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുണ്ടാവും. സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് കണ്ടുപിടിക്കാം. നീ പോയി ദാസിനെ വിവരം അറിയിക്കേ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. ಎಲ್ಲ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಲು ವೈರ್ಲೆಸ್ ಮೆಸೇಜ್ ಕೊಟ್ಟಿದ್ದೇನೆ ಸರ್. ಹೈವೇಲಿ ಹೋಗುವ ಎಲ್ಲಾ ಗಾಡಿಯನ್ನು ಚೆಕ್ ಮಾಡಬೇಕು ಸರ್. ಹೋಟೆಲು ಮತ್ತು ಲಾಡ್ಜ್ನು ಎಚ್ಚರಿಕೆ. ಎಸ್ ಸರ್. Yes, control room. Sir, ಹೌದು ವೈಟ್ ಮಾರುತಿ ಕಾರ್ ನಂಬರ್ TN05M 2678. അപ്പു, ആന്റി ഉറങ്ങിയില്ലേ? അപ്പു, നീ ഇത് ആന്റി എപ്പോഴും വിളിക്കാനാ. ആരും അറിയാതെ ഞാനത് കാറിനകത്ത് വെച്ചത്. അപ്പു, നീ എന്താ ഉറങ്ങാത്ത? പോയി ഉറങ്ങ. ആന്റി ഉറങ്ങാൻ പോവാ. എല്ലാം മറന്നുറങ്ങാൻ. അതിനുവേണ്ടി ആന്റി ഇങ്ങോട്ട് വന്നത് തന്നെ.
Any information? No. Contact the control room, please. മൊബൈൽ ടു കൺട്രോൾ റൂം. ഇത് വലിയ ശല്യമായിരിക്കാണല്ലോ. ഏതാ പ്രൈവറ്റ് ഫ്രീക്വൻസി? ഇതിനൊക്കെ ആരാ ലൈസൻസ് കൊടുക്കുന്നതാവും? അല്ല, ഇത് വേറൊരു സ്ഥലം. അഞ്ജു, അഞ്ജു, ഇത് ഞാനാ പ്രിൻസ്. അഞ്ജു, പറടാ, എവിടുന്ന ആന്റി വിളിച്ചേ? അറിഞ്ഞൂടാ, എനിക്ക് ഗോഡ് പ്രോമിസ് ആയിട്ട് അറിഞ്ഞൂടാ. പറയാൻ. മോനെ, ആന്റി എവിടുന്നാ വിളിച്ചത്? പറ മോനെ. ഞാനാ വിളിച്ചത്. സ്ഥലം സത്യമായിട്ട് എനിക്ക് അറിയില്ല. പറയടാ. വേണ്ട, അവൻ അടിക്കണ്ട. ആണ്ടി എവിടുന്നാ മോനെ വിളിച്ചത്? പറ. ആന്റിയോട് സത്യമായിട്ട് പോയി. വിളിച്ച കാര്യം ആരോടും പറയില്ല എന്ന് പറഞ്ഞെന്റെ തല പൊട്ടിപ്പോയി. എടാ, നിന്റെ തല പൊട്ടിപ്പോയ കൊച്ചെന്ന് നോക്കണം. പറ, എവിടുന്ന ആന്റി വിളിച്ചേ? എനിക്കറിയില്ല. പറയടാ. മലയിൽ നിന്നാ. മലയിലാ? ആ, അവിടെ നിലാവുണ്ട്, മഞ്ഞുണ്ട് എന്നൊക്കെ ആന്റി പറഞ്ഞു. വേറെന്താ പറഞ്ഞേ? ഇല്ല, വേറെ ഒന്നും പറഞ്ഞില്ല. കൊച്ചാ, ചിലപ്പോ നമ്മൾ പണ്ട് പോയ സ്ഥലത്തായിരിക്കും, ബ്ലൂ ഹിൽസിന്റെ അടുത്ത്. കേണലിന്റെ എക്സിക്യൂഷൻ സസ്പെൻഡ് ചെയ്തു. ഞാൻ ഈ വിവരം എത്രയും വേഗം പ്രിൻസിനെ അറിയിക്കാം. സക്സസ് പ്രിൻസ്, സക്സസ്. കേണലിന്റെ ദയാഹർജി പ്രസിഡന്റ് സ്വീകരിച്ചു. ശിക്ഷ ജീവപര്യന്തമാക്കി. ജയിലിലേക്കും രാജ്ഭവനിലേക്കുള്ള ടെലക്സ് മെസ്സേജ് പോയിട്ടുണ്ട്. അഞ്ജുന്റെ എന്തെങ്കിലും വിവരം കിട്ടി? ഒരു ചെറിയ ക്ലൂ കിട്ടിയിട്ടുണ്ട്. നീ വണ്ടി കയറാൻ. കേണലിന്റെ ജീവൻ രക്ഷിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റ് പ്രിൻസിനാണ്. അതുകൊണ്ട് മാത്രമല്ല, ഐ ഹാവ് ടു ട്രീറ്റ് സർ. ഓക്കെ. അഞ്ജു, നമസ്കാരം. ഫ്ലൈറ്റ് ലേറ്റ് ആയില്ലേ? അതെ. നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു. എനിക്ക് എന്റെ ഡാഡിയുടെ ഒപ്പം പോണം. എന്തിനാ എന്നെ രക്ഷിച്ചത്? എനിക്ക് ആരുമില്ല. മമ്മി, മഞ്ജു, ഡാഡി എല്ലാരും എന്നെ വിട്ടിട്ട് പോയി. എനിക്ക് പോണം അവരോടൊപ്പം. Anju, look at this. Anju. എനിക്കെന്റെ ഡാഡിയെ കാണണം, പ്ലീസ്. എനിക്കെന്റെ ഡാഡിയെ കാണണം, എന്റെ ഡാഡിയെ കാണണം. ഡാഡി, ഡാഡി.
താങ്ക്സ് പോലും പറയാതെ പോവാനല്ലേ? നോക്ക്, ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 2 തവണ എവിടെ പോ- പവിയുടെ അഞ്ചു സിറ്റി വന്നിട്ടുണ്ട്. ഏ? പവിയുടെ അഞ്ചു സിറ്റിയിൽ വീണ്ടും വന്നിട്ടുണ്ട്. ആ. ഇത്തവണ ലേറ്റസ്റ്റ് ഫോട്ടോ ഉണ്ട്. ഇനി ഫോട്ടോ ഇല്ലാത്ത കിഡ്നാപ്പിംഗ് കേസ് നമ്മൾ എടുക്കുന്നില്ല. മാത്രമല്ല ഇത്തവണ ക്ലോറോഫോം മണപ്പിക്കില്ല എന്ന് എന്റെ കയ്യിൽ അടിച്ചവർ ആ. സത്യം ചെയ്തിട്ടുണ്ട്. അവൾ വരാൻ സമയം. നോക്കൂ, എന്ത് തീരുമാനം എടുക്കുന്നതിന് മുൻപും 2 വട്ടം ആലോചിക്കണം. ഇനിയിപ്പോ എന്തോ ആലോചിക്കാൻ